വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നലെ നടന്ന സബ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ മലയാളം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി വിമ്മിട്ടം. ശരിയായ പദം വിമ്മിട്ടമാണ്. ബാക്കിയുള്ള ഓപ്ഷൻസിലുള്ളത് കറക്റ്റ് ചെയ്ത് പറയാം. അടിമത്തം, ഇതാണ് കറക്റ്റ്. അടിമത്തം. ഇവിടെ ഈ തൊം വരുകയില്ല, തൊമ്മല്ല തമ്മാണ് വരുന്നത്. അടിമത്തം. പ്രവൃത്തി, ഇതാണ് കറക്റ്റ്. പ്രവൃത്തി. വറന്ന് വരത്തില്ല, വൃ ആണ് വരേണ്ടത്. പ്രവൃത്തിയിൽ പ്രവൃത്തി. പീഡനം. പീഡനം, ഇതാണ് കറക്റ്റ്. ടായല്ല ഡായാണ് പീഡനത്തിൽ വരേണ്ടത്. പീഡനം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി. ഓപ്ഷൻ ബി ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നതെങ്ങനെ? ഓപ്ഷൻ സി മഹച്ചരിതം. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നതെങ്ങനെ? ഓപ്ഷൻ സി മഹച്ചരിതം. മഹത് പ്ലസ് ചരിതം മഹച്ചരിതം. വണ്ട് എന്ന് അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ എ പിപീലിക. വണ്ട് എന്ന് അർത്ഥം വരാത്ത പദം പിപീലിക. പിപീലികയുടെ അർത്ഥം ഉറുമ്പ് എന്നാണ്. പിപീലിക ഉറുമ്പ്. ഉറുമ്പിൻ്റെ പര്യായപദങ്ങളാണ് ഉറുമ്പ്, പിപീലിക, വമ്രി, വൽമി. ഉറുമ്പിൻ്റെ പര്യായപദങ്ങളാണ് പിപീലിക, വമ്രി, വൽമി. ഓർത്തു വെച്ചോണം. ഉറുമ്പ്, പിപീലിക, വമ്രി, വൽമി. ഇനി ഉറുമ്പിനെ കാണുമ്പം ഈ പര്യായപദങ്ങളെല്ലാം നിങ്ങൾ ഓർത്തോണേ. ഉറുമ്പിൻ്റെ പര്യായപദങ്ങളാണ് പിപീലിക, വമ്രി, വൽമി. പിപീലിക പേര് കേൾക്കാൻ ഒരു രസമൊക്കെ ഉണ്ട്, പിപീലിക. പക്ഷെ ഉറുമ്പാണ് കേട്ടോ. വണ്ടിൻ്റെ പര്യായപദങ്ങളാണ് ഭ്രമരം, ഭൃംഗം, അളി. വണ്ട് പര്യായപദങ്ങൾ ഭ്രമരം, ഭൃംഗം, അളി, മധുപം. വണ്ടിൻ്റെ പര്യായപദങ്ങൾ ഭ്രമരം, ഭൃംഗം, അളി, മധുപം. ഇതെല്ലാം ഓർത്തു വയ്ക്കുക. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഏകദേശം 50ഓളം ആൾക്കാർ പ്രകടനത്തിന് വന്നു. ഇത് തെറ്റാണ്.
ഏകദേശം, ഓളം, ഇതിന് രണ്ടിനും ഒരേ അർത്ഥമുള്ളത്. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു വാക്യത്തിൽ വരുവേല. അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ ഏകദേശം 50 ആൾക്കാർ പ്രകടനത്തിന് വന്നു, അല്ലെങ്കിൽ 50ഓളം ആൾക്കാർ പ്രകടനത്തിന് വന്നു. അവർ തോറ്റതിന് കാരണം പഠിക്കാത്തത് കൊണ്ടാണ്. ഈ വാക്യം തെറ്റാണ്. കാരണം, കൊണ്ട്, ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് മതി ഒരു വാക്യത്തിൽ. അപ്പം അത് കറക്റ്റ് ചെയ്ത് പറയുമ്പം അവർ തോറ്റതിന് കാരണം പഠിക്കാത്തതാണ്, അല്ലെങ്കിൽ അവർ തോറ്റത് പഠിക്കാത്തത് കൊണ്ടാണ്. കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ മുതൽ കളി തുടങ്ങും. ഇത് തെറ്റാണ്. കുട്ടികളല്ല സ്കൂൾ അടയ്ക്കുന്നത്. അപ്പോൾ ആ വാക്യം തെറ്റാണ്. അത് കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ സ്കൂൾ അടഞ്ഞാൽ കുട്ടികൾ നാളെ മുതൽ കളി തുടങ്ങും. അങ്ങനെയാണ് വരേണ്ടത്. ഓക്കെ. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി സ്പൃഹണീയം. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം സ്പൃഹണീയം. ഗർഹണീയം, സ്പൃഹണീയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഓപ്ഷൻ സി നമ്മൾ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം നമ്മൾ. സ്വാമികൾ, അവർകൾ, ഗുരുക്കൾ, ഇതൊക്കെ പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണെങ്കിലും ബഹുമാന അർത്ഥം സൂചിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ബഹുവചന രൂപങ്ങളാണ് പൂജക ബഹുവചനങ്ങൾ. ഓർത്തു വയ്ക്കുക, പൂജക ബഹുവചനം. പൂജക ബഹുവചനം എന്ന് വെച്ചാൽ അർത്ഥം കൊണ്ട് ഏകവചനമാണ്, പക്ഷെ അത് ബഹുമാന അർത്ഥം സൂചിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബഹുവചന രൂപമാണ് പൂജക ബഹുവചനം. അതായത് ഇവിടെ സ്വാമികൾ ഒരാളെ കാണുകയുള്ളൂ, പക്ഷെ ബഹുമാനത്തോടു കൂടി വിളിക്കുന്നത് കൊണ്ട് സ്വാമികൾ എന്നാണ് വിളിക്കുന്നത്. അവർകൾ, ഒരു സദസ്സിലിരിക്കുന്ന ഒരാളെ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഒരാളെ കാണുള്ളൂ, പക്ഷെ അവരെ പറ്റി പറയുമ്പം അവർകൾ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ ഗുരുക്കൾ, ഒരാളെ കാണുള്ളൂ, പക്ഷെ അവരെ ബഹുമാനത്തോടു കൂടി പറയുമ്പം അവരോടുള്ള ബഹുമാനം കാണിക്കാനായിട്ട് ഗുരുക്കൾ എന്ന് വിളിക്കും. അതാണ് പൂജക ബഹുവചനം. ഓക്കെ. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയമെന്ത്? ഓപ്ഷൻ ഡി ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയമെന്ത്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ദിങ് മുഖം എന്ന പദം പിരിച്ചെഴുതുന്നതെങ്ങനെ? ഓപ്ഷൻ എ ദിഗ് പ്ലസ് മുഖം. ദിങ് മുഖം എന്ന പദം പിരിച്ചെഴുതുന്നതെങ്ങനെ? ദിഗ് പ്ലസ് മുഖം. ദിഗ് പ്ലസ് മുഖം, ദിങ് മുഖം. അടുത്ത ചോദ്യം, ബ്രേവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം? ഓപ്ഷൻ സി സംക്ഷിപ്തത. സംക്ഷിപ്തത എന്ന് വെച്ചാൽ അർത്ഥം ചുരുക്കം എന്നാണ്. ചുരുക്കം. ബ്രേവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം സംക്ഷിപ്തത. ഓക്കെ. നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഒക്ടോബറിൽ നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിന് വേണ്ടി സ്റ്റഡി വിൻ PSC
ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സെപ്റ്റംബർ 10 മുതലാണ് ക്ലാസ് തുടങ്ങുന്നത്. കോഴ്സിൻ്റെ ഫീസ് ചെറിയൊരു ഫീസേ ഉള്ളൂ, 100 രൂപ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഒരു ഹൈപ്പ് കാണും, ആ ഹൈപ്പും കൂടി ഒന്ന് കൊടുക്കണം. ഓക്കെ, താങ്ക് യു.